എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മക്കളെ, ഗ്രൂപ്പ് ഡി എക്സാം ഡേറ്റ് വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഈ മാസം 27-നാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാന നിമിഷ പ്രിപ്പറേഷനിലാണ് നിങ്ങൾ പലരും എന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് ഊർജവും ശക്തിയും നൽകാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന. മക്കളെ, കോമ്പറ്റേറ്റീവ് എക്സാമിന് ഓരോ മാർക്കും അത്രമാത്രം വിലപ്പെട്ടതാണ്. പോയിന്റ് ശതമാനത്തിൽ സ്വപ്ന ജോലികൾ നഷ്ടപ്പെട്ടവർ നിങ്ങൾക്കറിയാം. ആ സാഹചര്യം മാർക്ക് വന്നുകൂടാ, നിങ്ങൾക്ക് വന്നുകൂടാ. മക്കളെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിരന്തരം നമുക്ക് കാണുന്ന ഒരു ഏരിയ തന്നെയാണ് ഇൻഡെക്സ്, അപ്പോയിന്റ്മെന്റ്, ഗവൺമെന്റ് സ്കീമുകളെ. സോ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സുകളെ കുറിച്ചാണ്. കറന്റ്ലി റെലവന്റ് ആയിട്ടുള്ള ഇൻഡെക്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മുമ്പ് നമ്മൾ ഒരു PYQ തന്നെ തുടങ്ങാം. PYQ തന്നെ തുടങ്ങാം. SDG ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ് എന്നൊരു ചോദ്യം മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ SDG ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ നിസ്സാരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻ നെറ്റ്വർക്ക് ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് അറിയാം. നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2025ന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് ഇന്ത്യ എന്തെത്തി? ഇന്ത്യ ടോപ്പ് 100 കൺട്രിയിൽ ഇന്ത്യ ആദ്യമായി എത്തി. 167 കൺട്രീസിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 99. ആദ്യമായിട്ടാണ് ഇന്ത്യ ടോപ്പ് 100ൽ വരുന്നത്. നിങ്ങൾ SDG ഗോളുകളെ കുറിച്ച് നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. SDG ഗോളുകൾ എത്രയുണ്ട് മക്കളെ? 17 SDG ഗോളുകളുണ്ട്. 17 SDG ഗോളുകളുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ, സുസ്ഥിര വികസനത്തിന് ആവശ്യമായ അല്ലെങ്കിൽ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കാൻ നമുക്ക് 17 ഗോളുകളുണ്ട്. 17 ഗോളുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ധാരണ വേണം. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ SDG 1 എന്ന് പറയുന്നത് എന്താണ്? SDG 1 എന്ന് പറയുന്നത് നോ പോവർട്ടി ആണ്. നോ പോവർട്ടി ആണ്. ഈ നോ പോവർട്ടി അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ കേന്ദ്ര സർക്കാർ, നമ്മുടെ സംസ്ഥാന സർക്കാർ പല തരത്തിലുള്ള സ്കീമുകൾ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീം ഏതാന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രി ആവാസ് യോജന തന്നെയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന തന്നെയാണ്. നമ്മൾ സ്കീമുകളെ കുറിച്ച് ഒരു സെക്ഷൻ ചെയ്യുന്നതായിരിക്കും. ഉടൻ തന്നെ സ്കീമുകളെ കുറിച്ച് തന്നെ വന്നിരിക്കും. സോ ആവാസ് യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന നിങ്ങൾ മറന്നു പോവല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം തന്നെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ജൻധൻ യോജന. ജൻധൻ യോജന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ജൻധൻ യോജന എന്ന് പറയുന്നത്. ഇതെല്ലാം എന്തിനെ ലക്ഷ്യമാക്കാനാണ്? SDG ഗോൾ 1 നോ പോവർട്ടി എന്ന് പറയുന്ന ഗോളിനെ ലക്ഷ്യമാക്കാൻ, അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഗവൺമെന്റ്, സർക്കാർ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രോഗ്രാമുകളാണ്. രണ്ടാമത്തെ SDG ഗോൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, സീറോ ഹങ്കർ. എന്താണ് രണ്ടാമത്തെ ഗോൾ എന്ന് ചോദിച്ചാൽ അതെന്താണ്? സീറോ ഹങ്കർ ആണ് രണ്ടാമത്തെ ഗോള്. നിങ്ങൾ മറന്നു പോവല്ലേ. ഒന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് നോ പോവർട്ടി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? സീറോ ഹങ്കർ ആണ്. ഈ സീറോ ഹങ്കറിൽ നിങ്ങൾ ഒരിക്കലും മറന്നു പോകല്ലേ പോഷൻ അഭിയാൻ. ഏതാണ്? പോഷൻ അഭിയാനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും മറന്നു പോകല്ലേ. അതേപോലെ തന്നെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഉണ്ട്. ആ ആക്ടിനെ കുറിച്ച് നിങ്ങൾ മറന്നു പോകല്ലേ. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ മറന്നു പോകല്ലേ. കാരണം നിരന്തരം ഈ ഭാഗങ്ങളിൽ ചോദ്യം വരുന്നതാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? SDG ഗോളുകൾ നേടാൻ വേണ്ടി, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള വെൽഫെയർ സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മക്കളെ, മറന്നു പോകല്ലേ. SDG 3നെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. SDG 3 എന്ന് പറയുന്നത് റിലേറ്റഡ് ടു എന്താണ്? ഹ്യൂമൻ വെൽബീയിങ്, അതുപോലെ തന്നെ ഹ്യൂമൻ ഹെൽത്തിന് വേണ്ടിയുള്ള ഒരു ഗോൾ ആണ് എന്ത്? SDG 3 എന്ന് പറയുന്നത്. ആ SDG 3ൽ നിങ്ങൾ മറന്നു പോകല്ലേ ആയുഷ്മാൻ ഭാരത്. ആയുഷ്മാൻ ഭാരതിനെ കുറിച്ച് നിങ്ങൾ മറന്നു പോകല്ലേ. ആയുഷ്മാൻ ഭാരത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കീം തന്നെയാണ്. അതേപോലെ തന്നെ വരുന്നതാണ് മിഷൻ ഇന്ദ്രധനുഷ്. നമ്മുടെ സിനിമാ നടൻ ധനുഷിനെ ഒന്ന് ഓർത്താൽ മതി. മിഷൻ ഇന്ദ്രധനുഷ്. ഈ കാര്യങ്ങളൊക്കെ ഞാനൊരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ
17 SDG ഗോളുകളുണ്ട്. SDG ഗോള് നമ്മൾ 2030 നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്. 2030 കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അച്ചീവ് ചെയ്തിരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഈ ലക്ഷ്യം എത്രമാത്രം നേടാൻ സാധിക്കുമെന്നത് ഒരു സംശയകരമായ കാര്യമാണ്. അത് വെറുതെ പറയുന്നല്ല, നമ്മുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. കാരണം 17% ഓൺ ട്രാക്ക് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുള്ളൂ. 17% SDG ഗോളുകളെ ഓൺ ട്രാക്ക് എന്ന് പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ ബാക്കി 50% മുകളിൽ എന്തല്ല ഓൺ ഇംപ്ലിമെന്റേഷൻ അല്ല എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ട, ഏതൊരു ഇൻഡെക്സ് വരുമ്പോഴും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നതാണ് ഓർക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ അത് സസ്റ്റൈനബിൾ സൊല്യൂഷൻ നെറ്റ്വർക്ക് ആണ്. SD സൊല്യൂഷൻ നെറ്റ്വർക്ക് ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 99 ഇനി പല റിപ്പോർട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ യൂറോപ്യൻ കൺട്രീസ് ആയിരിക്കും മുൻപന്തിയിൽ വരുന്നത്. അതും അവര് ഡെവലപ്ഡ് കൺട്രീസ് ആണ്. ഇവിടെ നോക്കുമ്പോൾ ആദ്യം വരുന്ന കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫിൻലാൻഡ് ആണ്. രണ്ടാമത് വരുന്ന സ്വീഡൻ ആണ്. മൂന്നാമത് വരുന്ന ഡെൻമാർക്ക് ആണ്. മറന്നു പോകല്ലേ, ഫിൻലാൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക്. പലപ്പോഴും പല റിപ്പോർട്ടുകളിലും ഇവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സ്ഥാനം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊരു ഇൻഡെക്സ് കണ്ടാലും ഏതൊരു റിപ്പോർട്ട് കണ്ടാലും ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം മക്കളെ. സോ ഇനി നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ SDG ഗോളുകളെ കുറിച്ച് നമ്മൾ ഒന്ന് അതിന്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് വരുവാണെങ്കിൽ 1992 നമ്മൾ തുടങ്ങണം. 1992 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ട് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷം തന്നെയാണ്. മറന്നുപോകല്ലേ, നിങ്ങൾ കാണാം കോമ്പറ്റേറ്റീവ് എക്സാമിന് റിപ്പീറ്റഡ്ലി വരുന്ന ഒരു ചോദ്യമാണ് 1992 എർത്ത് സബ്മിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എർത്ത് സബ്മിറ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ റിയോ സബ്മിറ്റിൽ നിന്നാണ് എന്ത് തുടങ്ങുന്നത്, SDG ഗോളുകളിലേക്ക് വരുന്നത്. അപ്പോഴും SDG ഗോൾ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടില്ല മക്കളെ. അവിടെ ഒന്നും ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കാണ് വരുന്നത്. 1992 എർത്ത് സബ്മിറ്റ്, അല്ലെങ്കിൽ അവിടെ ഓർക്കേണ്ട മറ്റൊരു വാക്കുണ്ട്. എന്താണ്? അജണ്ട 21. അജണ്ട 21 എന്തുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ 1992 എർത്ത് സബ്മിറ്റ് ആണ്. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ 2015 എന്ത് തുടങ്ങുന്നത്, 2015 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിലേക്ക് എത്തുന്നത്. അതുവരെ എന്തായിരുന്നു ചോദിച്ചാൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ ആണ്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിൽ നിന്നാണ് എവിടെ എത്തുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ എത്തിക്കുന്നത് 2015. അതുകൊണ്ട് തന്നെ 2016 ഈ റിപ്പോർട്ട് എന്ത് ചെയ്യുന്നത്, ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2016 ഈ റിപ്പോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് തന്നെ പോകാം, കാരണം ഇതൊക്കെ അത്രമാത്രം റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്. G20 രാജ്യത്തിലേക്ക് വരുവാണെങ്കിൽ G20 ഒന്നാം സ്ഥാനം നിൽക്കുന്നത്, അല്ലെങ്കിൽ G20 രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. G20 രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചോദ്യങ്ങൾ നിരന്തരം വരുന്ന ഒരു ഏരിയ തന്നെയാണ് G20 എന്ന് പറയുന്നത്. അതിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ഇയർ എന്ന് പറയുന്നത് 1999 ആണ്. അതിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ഇയർ എന്ന് പറയുന്നത് 1999 ആണ്. മറന്നു പോകല്ലേ, കാരണം ഇന്ത്യ ഇവിടെ ഒരു വളരെ വലിയൊരു ശക്തി തന്നെയാണ്. G20 അത്രമാത്രം ശക്തിയുള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. കാരണം G20 എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർക്കും 20 ഗ്ലോബൽ കൺട്രീസ് ആണെന്ന് വിചാരിക്കും. എന്നാൽ 20 ഗ്ലോബൽ കൺട്രീസ് മാത്രമല്ല അവിടെ ഉള്ളത്, 2 യൂണിയനുകൾ ഉണ്ട്. ആ ഒരു യൂണിയൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, യൂറോപ്യൻ യൂണിയൻ ആണ്. ഒരു യൂണിയൻ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ്. രണ്ടാമത്തെ യൂണിയൻ ഏതാന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്കൻ യൂണിയൻ ആണ്. രണ്ടാമത് വരുന്നത് ഈ ആഫ്രിക്കൻ യൂണിയൻ എവിടെ, ഏത് G20 ചോദിച്ചാൽ ഇന്ത്യ ഹോസ്റ്റ് ചെയ്ത G20 ആഫ്രിക്കൻ യൂണിയൻ ഈ പറയുന്ന G20 ഭാഗമാകുന്നത്. G20 എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ബ്രിക്സിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം അവിടെയും ഇന്ത്യ ഒരു ഇമ്പോർട്ടന്റ് റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. ബ്രിക്സ്, അതേപോലെ തന്നെ G5 കൺട്രികളെ കുറിച്ച് ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോണം. നമ്മൾ ഇതിനു വേണ്ടി ഒരു ക്ലാസ് തന്നെ നടത്തുന്നതായിരിക്കും. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും? ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ എത്രയൊക്കെ കാര്യങ്ങളാണ് മക്കളെ മനസ്സിലായത്? ഇവിടുന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും? ചോദ്യങ്ങൾ വന്നിരിക്കും, നിസ്സംശയം എനിക്കത് പറയാൻ സാധിക്കും മക്കളെ. 193 UN മെമ്പർ സ്റ്റേറ്റിൽ 190 രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചണം. പ്രധാനമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം, ഒരു റിപ്പോർട്ട് കണ്ടാൽ ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന ആരാണ്, അവിടെ ഇന്ത്യയുടെ സ്ഥാനം എന്താണ്, അതിന്റെ ഒന്നാം
ഒന്നാമത്തെ സ്ഥാനക്കാരൻ ആരാണെന്ന് നോക്കി വെക്കണം. ഇതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ റിപ്പോർട്ട് കാണുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ റിപ്പോർട്ടിലേക്ക് വരുവാണെങ്കിൽ രണ്ടാമത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് 2025 ആണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് 2025 ആണ് രണ്ടാമത്തെ റിപ്പോർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് പബ്ലിഷ് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ വേൾഡ് എക്കണോമിക് ഫോറം ആണ്. വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് പബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 131ാമത്തെ സ്ഥാനമാണ്. കാരണം ഈ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം നമ്മുടെ ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് താഴോട്ട് പോയി. 129ൽ നിന്ന് 131ലേക്ക് നമ്മൾ താഴോട്ട് പോയി. അതൊരു രാജ്യത്തെ സംബന്ധിച്ചോളം എന്ത് തന്നെയാണ്, ഒരു മോശക്കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് വളരെ അത്രമാത്രം നിരന്തരമായ പ്രോഗ്രാമുകൾ, സ്കീമുകൾ നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്കീമുകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് സ്കീമിന്റെ ഭാഗത്തിലാണ് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ റിപ്പോർട്ടുമായി നമ്മൾ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കീം തന്നെയാണ് PM അല്ലെങ്കിൽ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. മാതൃവന്ദന യോജന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കീം തന്നെയാണ്. വന്ദന യോജന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കീം തന്നെയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ധാരാളം വിമൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമുകളുണ്ട്. ഈ പറയുന്ന പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വിമൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ PM മാതൃവന്ദന യോജന നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്കീം തന്നെയാണ് നമ്മുടെ മാതൃവന്ദന യോജന. നമ്മൾ ഈ റിപ്പോർട്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് 131ാമത്തെ സ്ഥാനമായി പോയി. 129ൽ നിന്ന് നമ്മൾ താഴോട്ട് 131ലേക്ക് മാറി. അതേസമയം തന്നെ ഏതൊരു റിപ്പോർട്ട് നിങ്ങൾ നോക്കിയാലും ആ റിപ്പോർട്ടിന് എന്തുണ്ട്, ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ കുറച്ച് ഡൈമെൻഷൻസ് അല്ലെങ്കിൽ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് വെക്കാറുണ്ട്. ഇവിടെ പറയുമ്പോൾ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പിൽ 4 പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതിൽ ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എക്കണോമി, പിന്നെ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ ഹെൽത്ത്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. ഈ 4 ഇൻഡിക്കേറ്റേഴ്സ് ആണ് പ്രധാനമായിട്ടും ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പിൽ നമ്മൾ എടുക്കുന്നത്. ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 106ാമത്തെ അമെൻമെന്റ് ആക്ട് നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കണം. കാരണം റീസെന്റ് വന്ന ഒരു അമെൻമെന്റ് ആക്ട് ആണ്. ഏറ്റവും അവസാനത്തെ അമെൻമെന്റ് ആക്ട് ആണ്. അമെൻമെന്റ് പാസ്സാക്കിയതാണ് 106ാമത്തെ അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്. എന്താണ് അവിടെ സീറ്റ് റിസർവേഷൻ ഫോർ വിമൻ ആണ്. 1/3 സീറ്റ് റിസർവ് ചെയ്യുവാണ്. എല്ലാ നിയമസഭ, ലോക്സഭ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ ഈ സീറ്റ് റിസർവേഷൻ 106 അമെൻമെന്റ് ആക്ട്, നാരി ശക്തി എന്നൊക്കെ നമുക്ക് അതിനെ പറയാൻ സാധിക്കും. സോ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായി നമുക്ക് ഇവിടെ പറയാൻ സാധിക്കുന്നത്. 131ാം സ്ഥാനത്ത് ഇന്ത്യ വന്നാൽ പോലും ഇന്ത്യക്ക് കുറച്ച് കാര്യങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സിൽ പ്രോഗ്രസ് കണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എക്കണോമി, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ കാര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് തന്നെയാണ്. പക്ഷെ ബാക്കി 2 ഇൻഡിക്കേറ്റേഴ്സിലുള്ള ഗ്യാപ്പ് ആണ് നമ്മൾ എന്തിലേക്ക് മാറ്റിയത്, നമ്മൾ 131ാം സ്ഥാനത്തിലേക്ക് നമ്മൾ വന്നത്. സോ നിങ്ങൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേസമയം തന്നെ മറ്റ് രാജ്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ ബാക്കിൽ തന്നെയാണ്. ഇവിടെ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതേത് രാജ്യമാണ്. അത് ബംഗ്ലാദേശ് ആണ്. ബംഗ്ലാദേശ് ആണ് ഇവിടെ ഒന്നാമത് വന്നത്. സൗത്ത് ഏഷ്യയില് ബംഗ്ലാദേശ് ആണ് മുന്നിൽ വന്നത്. ബംഗ്ലാദേശിന് റീസെന്റ് ധാരാളം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് കാര്യമുണ്ട്. കാരണം അവിടെ ആ ഒരു ലീഡർഷിപ്പ് ഒക്കെ മാറുന്നുണ്ട്. ഷെയ്ഖ് ഹസീന മാറിയിട്ട് അവിടെ യൂനിസ് വരുന്നുണ്ട്. യൂനിസ് എന്ന് പറയുന്ന ഒരു നോബൽ പ്രൈസ് വിന്നർ ആണ്. അദ്ദേഹത്തിന്റെ ആ ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വളരെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ പോലും എന്ത് തുടങ്ങിയിട്ടുള്ളത്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുള്ളത്. പേര് മറന്നുപോയല്ലേ, മുഹമ്മദ് യൂസഫ് അല്ല, മുഹമ്മദ് യൂനിസ് ആണ്. മുഹമ്മദ് യൂനിസ് ആണ്. അദ്ദേഹം 2006ലെ നോബൽ പ്രൈസ് വിന്നർ ആണ്. നോബൽ പ്രൈസ് വിന്നർ ആണ്. അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ എക്കണോമിക്കൽ പോളിസി വേൾഡ് വൈഡ് എന്നാണ് റെക്കഗ്നൈസ്ഡ് ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ പോലും വന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ നോക്കുവാണ്, ഈ പറയുന്ന ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പിൽ നിന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട് മക്കളെ. കാരണം ഇത് കണ്ട് അത്രമാത്രം വിശാലമായിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, UNDPയുടെ ഒരു ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻഡെക്സും കൂടി ഉണ്ട്, മറന്നു പോകല്ലേ. ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻഡെക്സ് ഉണ്ട്. ഈ ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻഡെക്സ് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് ചോദിച്ചാൽ അത് UNDP ആണ് പബ്ലിഷ് ചെയ്യുന്നത്. UNDPയെ കുറിച്ച് നിങ്ങളൊന്ന് നോക്കി വെക്കണം. UNDP ആണ് പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 108 ആണ് കേട്ടോ.
കേട്ടോ. അതിന്റെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 108 ഇവിടെ എന്ന് പറയുമ്പോൾ 131. എവിടെ വരുമ്പോൾ ഈ പറയുന്ന ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പിൽ 131 ആവുമ്പോൾ, എന്നാൽ ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 108. സോ അതൊന്നും നിങ്ങൾ ഓർത്ത് വെച്ചണം. UNDP ആണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. UNDPയുടെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് 1965 UNDP ഫോം ചെയ്തത്. UNDPയുടെ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് വേറെ എവിടെയുമല്ല, ന്യൂയോർക്ക് ആണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നത്. കാരണം 2 ഇൻഡെക്സിൽ നിന്ന് എത്ര കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. സോ ഇതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതെല്ലാം കറന്റ്ലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മക്കളെ. സോ മൂന്നാമത്തെ ഇൻഡെക്സിലേക്ക് നമ്മൾ പോവാണ്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ഭൂട്ടാനാണ്. ഇത് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഭൂട്ടാനിലാണ്. ഹാപ്പിനെസ് അല്ലെങ്കിൽ ഹാപ്പിനെസ് GDP വരെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ GDP യെ കുറിച്ച് കേട്ടിട്ടുണ്ട്. GDP എക്കണോമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള GDP നാഷണൽ ഇൻകത്തിൽ നമ്മൾ പഠിക്കുന്ന GDP യെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഭൂട്ടാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹാപ്പിനെസ് GDP എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അവിടുന്നാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് വരുന്നത്. ഈ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ അത് വെൽ ബീയിങ് റിസർച്ച് സെന്റർ ആണ്. വെൽ ബീയിങ് റിസർച്ച് സെന്റർ വിത്ത് ഗാലപ്പ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ കൊളാബറേറ്റ് ചെയ്താണ് ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഇവരെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വേറൊരാളുമായിട്ട് കണക്ട് ചെയ്യാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാം. കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻ നെറ്റ്വർക്കിന്റെ അണ്ടറിലാണ് ഇവർ വരുന്നത്. ആര് വരുന്നത്? ഈ പറയുന്ന വെൽ ബീയിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. സോ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാം, എന്താണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഇയർലി പബ്ലിഷ്ഡ് ബൈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻ നെറ്റ്വർക്ക് എന്ന ചോദ്യം കണ്ടാൽ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ ഇത് തെറ്റാന്ന് വിചാരിക്കല്. ഇതും ശരിയാണ്. എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻ നെറ്റ്വർക്ക് തന്നെയാണ് ഇതും എന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. അവരിൽ അണ്ടറിൽ വരുന്നതാണ് എന്ത്, നമ്മൾ ഈ പറയുന്ന വെൽബീയിങ് സെന്റർ എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചോണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന വേറെ ആരുമല്ല, ഫിൻലാൻഡ് തന്നെയാണ്. ഈ ഫിൻലാൻഡും ഡെൻമാർക്കും സ്വീഡനെയും കൊണ്ട് ഒരു രക്ഷയില്ല. കാരണം അവർ അത്രമാത്രം ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്. പോപ്പുലേഷൻ കുറവാണ്. അങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് കൊണ്ടാണ് അവർ എവിടെ എത്തുന്നത്. ലിറ്ററേച്ചർ റേറ്റിലൊക്കെ അവർ മുന്നിൽ തന്നെയാണ്. ഫിൻലാൻഡ് ആണ് ഇവിടെ എന്ത് എത്തിയിരിക്കുന്നത്, 8ാം തവണയാണ് ഫിൻലാൻഡ് കൺസിക്യൂട്ടീവ് ആയിട്ട് അടുപ്പിച്ച് 8 ടൈംസ് ആണ് അവര് 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഫിൻലാൻഡ് ആണ് ഒരു മൈറ്റി ഫിൻലാൻഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. മൈറ്റി ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്ന പോലെ, മൈറ്റി അർജന്റീന എന്നൊക്കെ പറയുന്ന പോലെ ഒരു മൈറ്റി ഫിൻലാൻഡ് തന്നെയാണ്. 8 തവണ 1ാം സ്ഥാനം വേറെ ആർക്കും കൊടുക്കില്ലെന്ന് വാശിയോടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഹാപ്പിനെസ് നമുക്ക് ഫുൾ ഹാപ്പിയാണ്, ഒരു ഫുൾ ഹാപ്പി മോഡാണ് അവരെപ്പോഴും. അതാണ് ഫിൻലാൻഡിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. 8ാം തവണയും അവരാണ് 1ാം സ്ഥാനത്ത് വന്നത്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ അത്ര ഹാപ്പി അല്ലാത്തതുകൊണ്ടായിരിക്കാം 118ാമത്തെ സ്ഥാനത്താണ് നമ്മൾ പോയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചും കൂടെ ഹാപ്പിയാണ്. കഴിഞ്ഞ വർഷം അത് 126 126 നമ്മൾ എവിടെ എത്തി, 118 നമ്മൾ എത്തിയിരിക്കുന്നു മക്കളെ. സോ ഇത്രയുമാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ 2 സ്ലൈഡിൽ തന്നെ ഓവറോൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഇവിടെ 6 ഫാക്ടേഴ്സ് ആണ് എടുക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് GDP തന്നെയാണ്. ഒന്നാമത്തെ കാര്യം GDP തന്നെയാണ്. ഞാൻ പറഞ്ഞു ഭൂട്ടാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമുണ്ട്, എന്താണ് ഹാപ്പിനെസ് GDP റിലേറ്റഡ് ആയിട്ട്. അതാണ് നമ്മൾ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എന്താണ് GNH എന്ന് പറയുന്നത്? ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഭൂട്ടാനാണ്. ഓർത്തോണം, GDP എന്ന് നമ്മളിവിടെ പറയുന്ന പോലെ തന്നെ അവിടെ എന്തുണ്ട്, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഉണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് എന്ത് വന്നത്, നമ്മുടെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2025 വന്നത്. സോ മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എക്കണോമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്. അത് പബ്ലിഷ് ചെയ്യുന്ന ആളും അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ആര്, നമ്മുടെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്നത്. 1944 IMFന്റെ എസ്റ്റാബ്ലിഷൻ വരുന്നത്. 1944 എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ മോസ്റ്റ്ലി അത് പബ്ലിഷ് ചെയ്യാൻ സാധ്യത ആർക്കാന്ന് ചോദിച്ചാൽ അത് മോണിറ്ററി ഫണ്ടിൽ തന്നെയാണ്. വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്
റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് എന്താന്ന് ചോദിച്ചാൽ 1944 ആണ്. ഒരു കോൺഫറൻസ് ഉണ്ട്, ബ്രിസ്റ്റ് വുഡ് കോൺഫറൻസ് എന്ന് നമ്മൾ അതിനെ പറയും. ബ്രിസ്റ്റ് വുഡ്സ് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് കണക്റ്റഡ് ടു, എന്തിനോട് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും? IMF-മായി നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. 191 മെമ്പർ സ്റ്റേറ്റുകൾ അവിടെയുണ്ട്. 191 മെമ്പർ സ്റ്റേറ്റുകൾ എവിടെയുണ്ട്? IMF-ന്റെ ഭാഗമാണ്. IMF എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. മറന്നു പോകല്ലേ, അവരാണ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട് അവര് പബ്ലിഷ് ചെയ്യുന്നത്. ഇതേ സമയം തന്നെ നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കണം, അവര് കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ എന്താന്ന് ചോദിച്ചാൽ, അവർ എടുക്കുന്ന ഘടകങ്ങൾ എന്താന്ന് ചോദിച്ചാൽ ഗ്ലോബൽ മാക്രോ എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായി സംശയം തോന്നും, അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിക്കാത്തവർക്ക് ഒരു ഡൗട്ട് തോന്നും, എന്താണ് ഈ മാക്രോ എക്കണോമി എന്ന് പറയുന്നത്? എക്കണോമിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കും, മൈക്രോ എക്കണോമി എന്നും മാക്രോ എക്കണോമി എന്നും. മൈക്രോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ചെറിയ ചെറിയ കാര്യങ്ങളാണ് മൈക്രോ എക്കണോമി വരുന്നത്, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളെയാണ് നമ്മൾ മൈക്രോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മൈക്രോ ഓർഗാനിസം ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ മാക്രോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കുറച്ചുകൂടെ വലിയ അല്ലെ വിശാലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഉദാഹരണം ഞാൻ പറയുവാണെങ്കിൽ, മാക്രോ എക്കണോമിയുടെ ഉദാഹരണം ഞാൻ പറയുവാണെങ്കിൽ, GDP ഒരു ഉദാഹരണമാണ്, ഇൻഫ്ലേഷൻ ഒരു ഉദാഹരണമാണ്. സോ ഈ പറയുന്ന ഇൻഫ്ലേഷൻ റേറ്റും GDP-യുമായി ഇതൊക്കെ കൺസിഡർ ചെയ്തായിരിക്കും ഒരു രാജ്യത്തിന്റെ അവർ എടുക്കുന്നത്, അവർ എക്കണോമിക്കൽ കണ്ടീഷൻ അവർ എടുക്കുന്നത്. സോ ഇവരുടെ ഒരു കണക്കനുസരിച്ച് ഇന്ത്യ എന്താണ്? ഇന്ത്യ ഓൺ ദ പ്രോഗ്രസിംഗ് സ്റ്റേറ്റ് തന്നെയാണ്. നമ്മൾ അത്രമാത്രം മുന്നിൽ തന്നെയാണെന്ന് ഇവർ പറയുന്നത്. കാരണം നമ്മളൊരു ഫാസ്റ്റ് ഗ്രോയിങ് എക്കണോമിയാണ്, നമ്മളൊരു ഫാസ്റ്റ് ഗ്രോയിങ് എക്കണോമി തന്നെയാണ്. വികസിത് ഭാരത് എന്ന് പറയുന്ന ഇന്ത്യയുടെ ആ ഒരു സ്വപ്നത്തിന് ഇത് വളരെയധികം ശക്തി നൽകുന്നതാണ് ഈ പറയുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇവർ കൺസിഡർ ചെയ്യുന്നത് ഗ്ലോബൽ മാക്രോ എക്കണോമിക് റിപ്പോർട്ട് കണ്ടീഷൻസ് ആണ് ഇവര് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ഓർത്തു വെക്കണം, ഈ പറയുന്ന മോണിറ്ററി ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു റിപ്പോർട്ട് ഉണ്ട്, എക്സ്റ്റേണൽ സെക്ടറിന്റെ റിപ്പോർട്ടുകൾ. എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് തുടങ്ങിയ കൺസെപ്റ്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ട്രേഡ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, നമ്മുടെ എക്സ്റ്റേണൽ സെക്ടർ വരുന്നത്. സോ എക്സ്റ്റേണൽ സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നത്, അല്ലെങ്കിൽ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടും ആരുടെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്? IMF-ന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. സോ IMF പബ്ലിഷ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ചോദ്യമുണ്ട്, വിച്ച് ഓർഗനൈസേഷൻ റിലീസ് ദ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്? മറ്റൊരു PYQ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഇനിയും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ആരാണ് അത് പബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് വേറെ ആരുമല്ല, UNDP ആണ്. UNDP ആണ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. UNDP ആണ് എന്ത് പബ്ലിഷ് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ആ പേര് പോലെ തന്നെ എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് അവിടെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? അവിടെ നമ്മൾ എടുക്കുന്നത് ഫാക്ടേഴ്സ് ആയിട്ട് എടുക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം? ഹ്യൂമൻ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും. ഒന്നെന്ന് പറയുന്നത് എന്തായിരിക്കാം? ലൈഫ് എക്സ്പെക്ടൻസി നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ്. മറ്റൊന്ന് എഡ്യൂക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ ആണ്. എഡ്യൂക്കേഷൻ, ലൈഫ് എക്സ്പെക്ടൻസി. അതേപോലെ തന്നെ ആധുനിക ലോകത്തായോണ്ട് സ്കിൽസ്, പ്രത്യേകിച്ചും AI സ്കിൽസ് ഇവിടെ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ എടുക്കുന്നുണ്ട്, ഒരു ഫാക്ടർ ആയിട്ട് എടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇവിടെ ജെൻഡർ ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റിയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു ഫാക്ടർ ആയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ ആ ജെൻഡർ ഇൻഇക്വാലിറ്റിയിൽ നമുക്ക് ഗ്യാപ്പുകളുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ ഫീമെയിൽ അല്ലെങ്കിൽ മാൻ ഫീമെയിൽ റേഷ്യോ ഒക്കെ ഡിഫറൻസ് ഉണ്ട്. സോ ഇവിടെ ഈ പറയുന്ന ജെൻഡർ ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്കീമുകളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവിടെ നമുക്ക് കുറച്ച് സ്കീമുകളെ കുറിച്ചും പറയാം. ഈ പറയുന്ന ജെൻഡർ ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് സ്റ്റീം പോലെയുള്ള കോഴ്സുകളിൽ വിമന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റെം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. സ്റ്റെം, S എന്ന് പറയുന്ന സയൻസ്, T എന്ന് പറയുന്ന ടെക്നോളജി, E എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ്, M എന്ന് പറയുന്ന മാത്തമാറ്റിക്സ്. ഇവിടെയുള്ള സ്ത്രീകളുടെ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ ഇത് ആ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്യുവാണ്? ഇൻക്രീസ് ചെയ്യുവാണ്. ആ ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടി സ്റ്റെം ഈ പറയുന്ന ഫീമെയിൽ എൻറോൾമെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓർത്ത് വെച്ചോണം ഈ വാക്ക്. സ്റ്റെം എന്ന് പറയുന്ന വേറെ ഒന്നുമല്ല, എന്തൊക്കെയാണ്? സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്. ഓർത്ത് വെച്ചോണം. സോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് 130 ആണ്. 2023 ഒരു റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും ഈ പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് ചോദിച്ചാൽ അത് UNDP ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 130 ആണ്. കമ്പയറിംഗ് ടു അതർ നെയ്ബറിംഗ് കൺട്രീസ്, ഇന്ത്യ
ഇന്ത്യ എന്ത് തന്നെയാണ്, ഇന്ത്യ താഴെ തന്നെയാണ്. നമുക്ക് ലൈഫ് എക്സ്പെക്ടൻസിയും എഡ്യൂക്കേഷൻ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫിൽ ചെയ്ത് വരുന്നുണ്ട്. ഈ എഡ്യൂക്കേഷന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ മറന്നു പോകല്ലേ, അനുച്ഛേദം 21A മറന്നു പോകല്ലേ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിങ്ങൾ മറന്നു പോകല്ലേ. ഇവിടെ നിന്നൊക്കെ ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ വീണ്ടും ആര് വന്നിട്ടുമാണ്, ഞാൻ പറഞ്ഞു ഈ പറയുന്ന നോർവേ, സ്വിറ്റ്സർലാൻഡ്, അയർലാൻഡ്, ഐസ്ലാൻഡ് പോലെയുള്ള ഡെവലപ്ഡ് കൺട്രീസ് ആണ് വീണ്ടും ഈ കാര്യങ്ങളിലൊക്കെ മുന്നിൽ വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഐസ്ലാൻഡ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. അതിനുശേഷം അതിനെ ഫോളോ ചെയ്യുന്ന ആരാണ്, നോർവേക്ക് ശേഷം ആരാണ്, സ്വിറ്റ്സർലാൻഡ് ആണ്. സോ ഈ കാര്യങ്ങളും കൂടി ഒന്ന് നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റിപ്പോർട്ട് കാണുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ആരാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്, ഇന്ത്യയുടെ സ്ഥാനം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. സോ ഇത്രയുമാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്പ് ഇൻഡെക്സുമായി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറയാറുള്ളത്. UNDP ആണ്. UNDP എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ തന്നെയാണ്. അപ്പോൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ കാണുക. നിങ്ങൾക്ക് എക്സാമിന് എന്തായിരിക്കും കൂടുതൽ മാർക്ക് കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് വരുവാണെങ്കിൽ ഗ്ലോബൽ പീസ് ഇൻഡെക്സ്, ആ പേര് പോലെ തന്നെ എന്താണ്, സമാധാനമാണ് ഇവിടെ നോക്കുന്നത്. അത് പബ്ലിഷ് ചെയ്യുന്ന ആരാണ്, ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ആണ്. ഗ്ലോബൽ ആയിട്ടുള്ള സമാധാനം, ആഗോള സമാധാന ഇൻഡെക്സ് ആണ് എന്ത്, ഗ്ലോബൽ പീസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് പബ്ലിഷ് ചെയ്യുന്നവരാരുമല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ്. നിങ്ങൾക്ക് ഈ ചോദ്യം കണ്ടാൽ ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ ആൻസർ എടുക്കാൻ സാധിക്കും. കാരണം അവിടെ എന്തുണ്ട്, പീസ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് ആണ്. സോ അവിടെ നമ്മൾ നോക്കണം, ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 115ാമത്തെ റാങ്ക് ആണ്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 125ാമത്തെ റാങ്ക്, 115ാമത്തെ റാങ്ക് ആണ് ഇന്ത്യയുടെ. അവിടെയും നിങ്ങൾ നോക്കണം, യൂറോപ്യൻ കൺട്രീസ് ആയിട്ടുള്ള ഐസ്ലാൻഡ് ആണ് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, അയർലൻഡ് ആണ് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അതിനുശേഷം വന്നിട്ടുള്ളത് ഓസ്ട്രിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് അവിടെ പിന്നെ വരുന്ന സ്ഥാനങ്ങളിലുള്ളത്. സോ വേൾഡ് അല്ലെങ്കിൽ ഗ്ലോബൽ പീസ് ഇൻഡെക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കണം ആരാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് ആണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 115ാമത്തെ സ്ഥാനമാണ്. സോ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടത്. സോ ഇവിടെ പറയുന്ന ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വേൾഡ് വാർ 2 ശേഷം സമാധാനം ഇത്രമാത്രം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം ഫ്രീക്വന്റ്ലി എന്ത് നടക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള വാറുകൾ നടക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വാർ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. അതിന്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റഷ്യ യുക്രൈൻ വാറുകളുണ്ട്, യമനിലെ വാറുകളുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്, ഇസ്രയേൽ വാർ, ഇസ്രയേൽ പാലസ്തീൻ ഇഷ്യൂസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ എന്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്, ആ ഗ്ലോബൽ പീസ് ഇൻഡെക്സിന്റെ ഫാക്ടർ ആയിട്ട് അവിടെ എടുക്കുന്നുണ്ട്. സോ അവർ നോക്കുമ്പോൾ വേൾഡ് വാർ 2 ശേഷം സമാധാനം കുറഞ്ഞു നിൽക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് 2025. അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ട് എന്താണ്, നമുക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ്. 115 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ആണ്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ആ പേര് പോലെ തന്നെ എന്താണ്, ഹങ്കർ ആണ്. നമ്മൾ കണ്ടായിരുന്നു, നമ്മൾ SDG ഗോൾ 2 എന്ന് പറയുന്നത് എന്താണ്, 0 ഹങ്കർ ആണ്. സോ ഇവിടെ നിങ്ങൾ നോക്കണം, ഇന്ത്യയുടെ സ്ഥാനം നോക്കണം. അതേപോലെ തന്നെ ആരാണ് പബ്ലിഷ് ചെയ്യാൻ ചോദിച്ചാൽ വേറെ ആരുമല്ല, അത് പബ്ലിഷ് ചെയ്യുന്നത് കൺസേൺ വേൾഡ്. 2 ഓർഗനൈസേഷൻ ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ഒന്ന് കൺസേൺ വേൾഡ് വൈഡും അതേപോലെ തന്നെ വെൽത്ത് ഹങ്കർ ലൈഫ് എന്ന് പറയുന്ന ഓർഗനൈസേഷനുമാണ് ഈ പറയുന്ന ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. സോ നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് സീരിയസ് കാറ്റഗറി വരുന്നതാണ്. 25.3% നമ്മൾ വരുന്നുണ്ട് ഈ പറയുന്ന ഹങ്കറിന്റെ കാര്യത്തിൽ. ദാറ്റ് മീൻസ് നമ്മൾ ഏത് കാറ്റഗറി വരുന്നതാണ്, സീരിയസ് കാറ്റഗറി വരുന്നതാണ്. നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് 25.8 ആണ്. ഗ്ലോബൽ സ്കോർ പോലും 18% ആണ് ഗ്ലോബൽ സ്കോർ എന്ന് പറയുന്നത്. അതൊരു മോഡറേറ്റ് ലെവലാണ്. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് സീരിയസ് കണ്ടീഷനിലാണ്, അല്ലെ സീരിയസ്
സീരിയസ് കാറ്റഗറിയിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. 123 കൺട്രീസിലാണ് അവര് ആ ഒരു ഇൻഡെക്സിന് വേണ്ടി അവർ എടുക്കുന്നത്. 123 കൺട്രീസ് ആണ്. അതിൽ 102 സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. സോ സീരിയസ് കാറ്റഗറിയിലാണ് ഇന്ത്യ വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോഷൻ അഭിയാൻ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഇന്ത്യ പാസ് ചെയ്തിട്ടുണ്ട്. ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാസ് ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന എല്ലാവർക്കും എന്താണ് ഫുഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡെയിലി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫുഡ് റിക്വയർമെന്റ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നാണ് ആ ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ചൈൽഡ് മാൽ ന്യൂട്രീഷൻ ഒക്കെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അതേപോലെ അവരെ ന്യൂട്രീഷൻ ആക്കുക. ചൈൽഡ് സ്റ്റണ്ണിങ്, ആ വാക്കുകളൊന്നും നിങ്ങൾ മറന്നു പോകല്ലേ. ചൈൽഡ് സ്റ്റണ്ണിങ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഓർത്തോണം, ഹൈറ്റ് റിലേറ്റഡ് ആണ്. അവരുടെ റെസ്പെക്റ്റീവ് ഏജുമായിട്ട് നോക്കുമ്പോൾ അവർക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ അത് ചൈൽഡ് സ്റ്റണ്ണിങ് ആണ്. അതേപോലെ തന്നെ ചൈൽഡ് വേസ്റ്റിംഗ് എന്ന് പറയുന്ന മറ്റൊരു വാക്കുണ്ട്. ചൈൽഡ് വേസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ ഏജുമായി കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് വെയിറ്റ് കുറവാണെങ്കിൽ അവർ ഏത് കാറ്റഗറിയിലേക്ക് വരാം, ചൈൽഡ് വേസ്റ്റിംഗിലേക്ക് വരാം. സോ ഇതൊക്കെ ഒരു രാജ്യത്തിന്റെ ആ ഒരു പോവർട്ടി എന്ത് ചെയ്യുന്നതാണ്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ ഒക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ കുറച്ചും കൂടെ സ്ട്രെങ്ത് ആക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് FCI ഒക്കെ ധാരാളം ഇനിഷ്യേറ്റീവ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന ദർപ്പൺ പോലെയുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ FCI കൊണ്ടുവരുന്നുണ്ട്. FCI എന്ന് പറയുമ്പോൾ എന്താണ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് സീരിയസ് കണ്ടീഷനിലാണ്. ഇതിനേക്കാൾ സീരിയസ് കണ്ടീഷനിലുള്ള രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൂടുതലും എവിടെയാണ്, അത് ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൗത്ത് സുഡാൻ വരും. അതേപോലെ തന്നെ നമ്മുടെ ഏതാണ്, സൊമാലിയ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൊമാലിയ വരും. അതേപോലെ തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ വരും. അതേപോലെ തന്നെ വരുന്ന മറ്റൊരു രാജ്യമാണ് മഡഗാസ്കർ എന്ന് പറയുന്നത്. ഈ രാജ്യങ്ങളൊക്കെ എവിടെയാണ്, ഈ രാജ്യങ്ങൾ കൂടുതലും എവിടെയാണ്, ഇവരെല്ലാം ഉള്ളത് ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ്. സോ ആഫ്രിക്കൻ കോണ്ടിനെന്റ് എന്ത് ഫേസ് ചെയ്യുന്നുണ്ട്, പോവർട്ടി ഫേസ് ചെയ്യുന്നുണ്ട്. സോ സീറോ ഹങ്കർ എന്ന് പറയുന്ന ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് ധാരാളം ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പുകൾ എന്ത് ചെയ്യണം, നമ്മൾ ഫിൽ ചെയ്ത് തന്നെ പോകണം. സോ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പല തരത്തിലുള്ള സ്കീമുകളും എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് കറപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അഴിമതി റിലേറ്റഡ് ആയിട്ടുള്ള കറപ്ഷൻ ആണ്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ആണ്. ദാറ്റ് വാസ് റിലേറ്റഡ് ടു കറപ്ഷൻ, അഴിമതി ബന്ധപ്പെട്ട ഒരു ഇൻഡെക്സ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 96th റാങ്ക് ആണ്. 180 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 96th ആണ്. സോ കറപ്ഷൻ എന്ന് പറയുമ്പോൾ അത് ഗവൺമെന്റ് തലങ്ങളിലുള്ള കറപ്ഷനും അതേപോലെ തന്നെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനിലെ ബന്ധപ്പെട്ട കറപ്ഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് ഇവർ കൺസിഡർ ചെയ്യുന്നത് ഗവൺമെന്റ് സെക്ടറിൽ ഉണ്ടാകുന്ന കറപ്ഷൻ ആണ്. ഇത് പബ്ലിഷ് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ അത് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഈ പറയുന്ന കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത് ഏത് ഓർഗനൈസേഷൻ ആണ്, അത് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു NGO ആണ്. അത് എന്ത് ചെയ്യുന്നത്, അത് പബ്ലിഷ് ചെയ്യുന്നത്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 96th റാങ്ക് ആണ് ഔട്ട് ഓഫ് 180 കൺട്രീസ്. ഇത്രയുമാണ് നമ്മൾ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കറന്റ്ലി റെലവെന്റ് ആയിട്ടുള്ള ഇൻഡെക്സുകൾ. സോ ഈ ഇൻഡെക്സുകൾ നിങ്ങൾ മറക്കാതെ തന്നെ പഠിക്കുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പല ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ഞാൻ പറയുന്നു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ തന്നെ IMF റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡെക്സുകളെ നിങ്ങൾ ഒന്ന് നോക്കുക. അതേപോലെ തന്നെ UNDP റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നോക്കുക. UNEP റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നോക്കുക. എമിഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് എമിഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഈ റിപ്പോർട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഗ്രൂപ്പ് ഡി എക്സാമിന് ഇനി ഡേറ്റുകൾ വളരെ കുറവാണ്. 27-നാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ആ പ്രിപ്പറേഷൻ ഒപ്പം തന്നെ വേണ്ട ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നിരന്തരമായി മോക്ക് ടെസ്റ്റ് എടുത്താലേ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു പോരായ്മ, എവിടെയാണ് ഗ്യാപ്പ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സോ മോക്ക് ടെസ്റ്റ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഗ്രൂപ്പ് ഡി ടെസ്റ്റ് പാക്ക് നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 250 rupees ആണ് ഈ ഒരു ടെസ്റ്റ് പാക്കിന് വരുന്നത്. ധാരാളം മോക്ക് ടെസ്റ്റുകളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മൈക്രോ നോട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അവസാന നിമിഷം ആ ഒരു പ്രിപ്പറേഷനെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പറേഷനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുവാണ്. ഈ ഒരു ടെസ്റ്റ് പാക്കിലൂടെ 250 rupees ഉള്ളൂ. നിങ്ങൾ കൂടുതൽ ഇൻഫോർമേഷൻ വേണമെങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ ഒരു ടെസ്റ്റ് പാക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടും. അതേപോലെ തന്നെ ഇതിന്റെ താഴെ എന്തുണ്ട്, ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്താലും നിങ്ങൾക്ക് എന്തിനെ കുറിച്ച് ഇൻഫോർമേഷൻ കിട്ടും, നമ്മുടെ കോഴ്സുകളെ കുറിച്ചും അതേപോലെ തന്നെ ഈ പറയുന്ന ഗ്രൂപ്പ് ഡി ടെസ്റ്റ് പാക്കിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനിയും നമ്മൾ ഇതുപോലെയുള്ള സെക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇൻഡെക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി സ്കീം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അതേപോലെ തന്നെ ISROയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലായിരിക്കും നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ അത് നിരന്തരമായി കാണുക. നിങ്ങളുടെ എക്സാമിൽ നിങ്ങളുടെ സ്വപ്ന ജോലികളിൽ എന്ത് ചെയ്യുക, ആ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് സഹായമാകട്ടെ എന്ന് പറയുന്നു.